പ്രാവശ്യം ഷെഫീലാണ് എന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാറ്. ഇന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലാണോ? അതെ, ഇംഗ്ലീഷിലാണ്. ഈസി ആണോ ടഫ് ആണോ? കുറച്ച് ടഫാണ്. ടഫാണോ? ടഫ് ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വേണം. ഓക്കെ, ഓഫ് കോഴ്സ്. ഒരു ബക്കറ്റ് KFC വാങ്ങിത്തരാം. KFC ഉറപ്പല്ലേ? പറ്റിക്കോ? ഇല്ല ഇല്ല, പറ്റിക്കില്ല. അപ്പൊ നീ മലയാളത്തിൽ എന്നോട് ചോദിക്കും, ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയണം. ചോദിച്ചോ പെട്ടെന്ന്. എത്ര ഉണ്ട്? 6, only 6. 6 ഉള്ളൂ. ഒരു 20 ചോദിച്ചോ. ഓക്കെ, ഇത് നോക്കാം. ഓക്കെ, ചോദിച്ചോ. ഫസ്റ്റ് വൺ, നീ എന്തിനാ സാംസങ് വാങ്ങിയത്? നിനക്ക് ഐഫോൺ വാങ്ങാമായിരുന്നു. നീ എന്തിനാ സാംസങ് മൊബൈൽ വാങ്ങിയത്? നിനക്ക് ഐഫോൺ വാങ്ങാമായിരുന്നു. ഇതൊക്കെ സിമ്പിളാണ്. വൈ ഡിഡ് യു ബൈ എ സാംസങ് ഫോൺ? യു കുഡ് ഹാവ് ബോട്ട് ആൻ ഐഫോൺ. അല്ലേ? എന്താ ഫൈൻ? ഒരു സന്തോഷമില്ലാത്ത. കറക്റ്റ് ആണ് അല്ലേ? ഓക്കെ, അടുത്തത് പോരട്ടെ. നീ എന്നെ ഇൻഫോം ചെയ്യണമായിരുന്നു. നീ ടഫ് എന്ന് പറഞ്ഞിട്ട് എന്താ ഈസി ചോദിക്കുന്നത്? ഓക്കെ, നീ എന്നെ ഇൻഫോം ചെയ്യണമായിരുന്നു. യു ഷുഡ് ഹാവ് ഇൻഫോംഡ് മീ. അല്ലേ? അതെ. ഓക്കെ, ശരിയൊന്നുമില്ല. തേർഡ് വൺ, ഇത് കുറച്ച് ടഫാണ്. ചെറുതാണ്, പക്ഷെ കുറച്ച് ടഫായിരിക്കും. ഓക്കെ, ചോദിച്ചോ. ഞാനത് പറയരുതായിരുന്നു. അത്രേ ഉള്ളൂ. I shouldn't have said that. ആണ് അല്ലേ? രക്ഷപ്പെട്ടു. ഓക്കെ, അടുത്തത് 6 ഉണ്ട് അല്ലേ? നീ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. എനിക്ക് മനസ്സിലായി. നീ ഷുഡ് ഹാവ്, കുഡ് ഹാവ്, വുഡ് ഹാവ് എല്ലാം പഠിച്ച് വന്നിട്ടാണ് അല്ലേ? അയ്യോ, അതായത് ഇംഗ്ലീഷിലെ ഏറ്റവും ടഫായ സംഭവമാണ് കുഡ് ഹാവ്, ഷുഡ് ഹാവ് ആൻഡ് വുഡ് ഹാവ്. അപ്പോൾ അത് വെച്ചിട്ടാണ് അഫ്ന എന്നോട് ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. പക്ഷെ ഞാനാരാ മോൻ, ഞാൻ എല്ലാത്തിനും ഉത്തരം പറയും. അപ്പോൾ ഓക്കെ, സോ നീ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഐ വുഡ് ഹാവ് കം. ഐ വുഡ് ഹാവ് കം. I would have come. I would came അല്ല കം. I would have come. അതായത് തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇനി 2 കൂടി അല്ലേ? എന്നാൽ പെട്ടെന്ന് ചോദിച്ചോ. മെസ്സി ഗോൾ അടിച്ചെങ്കിൽ നമ്മൾ ജയിച്ചേനെ. മെസ്സി മാറ്റ്, റൊണാൾഡോ ആക്ക്. മെസ്സി മാറ്റില്ല. റൊണാൾഡോ മാറ്റില്ല. ഓക്കെ, മെസ്സി ഗോൾ അടിച്ചിരുന്നെങ്കിൽ നമ്മൾ ജയിച്ചേനെ. ഓക്കെ, ഇഫ് മെസ്സി ഹാഡ് സ്കോർഡ് we would have won the match. അല്ലേ? ഓക്കെ, ലാസ്റ്റ്. ഇത് കുറച്ച് ക്ലീശയാണ്. എനിക്ക് ക്ലീശ ഭയങ്കര ഇഷ്ടമാണ്. ചോദിച്ചോ. ഓക്കെ, പിണറായി വിജയൻ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? ഇത് അയ്യോ, ഇതെനിക്കറിയായിരുന്നു. ഓക്കെ, ഇത് ഞാൻ പറയാം. നിനക്ക് ഇതിന് പകരം വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിച്ചോ. ഉറപ്പിച്ചോ? ഓക്കെ, ഇത് പല രീതിയിലും പറയാം, പക്ഷേ ഏറ്റവും ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റേറ്റസ് ഓഫ് പിണറായി വിജയൻ എമംഗ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കേരള? അല്ലേ? അപ്പോൾ 6 ഞാൻ മണിയായി ഉത്തരം പറഞ്ഞു. അപ്പോൾ KFC എപ്പോഴാണ്? ഓക്കെ, അപ്പോൾ അഫ്ന എന്നെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ് ഒക്കെ വെച്ച് വന്നു. പിന്നെ പിണറായി വിജയനെയൊക്കെ വെച്ച് കൊണ്ടുവന്നു. പക്ഷേ ഞാനാരാ മോൻ എല്ലാത്തിനും കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും ഈ വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, കാരണം പലർക്കും പ്രശ്നം അതാണ്. എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജ് വരാറുണ്ട്, കുഡ് ഹാവ് പറഞ്ഞുതരോ, വുഡ് ഹാവ് പറഞ്ഞുതരോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും. അതും വാട്സപ്പിലൂടെ പഠിപ്പിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി വാട്സാപ്പിലൂടെ വളരെ ചെറിയ ഫീൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. മുകളിൽ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ബയോയിലാണ് കൊടുത്തിട്ടുള്ളത്. ക്ലിക്ക് ചെയ്യുക, അഡ്മിഷൻ എടുക്കാം. താങ്ക് യു. English House. English at your fingertips.